ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ്, കോസ്റ്റ്യൂമിന്, ആർട്ടിന്, അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ്. അതായത് ആനയെ ലൊക്കേഷൻ കൊണ്ടുമല്ല, ആനയുള്ളിടം ലൊക്കേഷൻ ആക്കി ഷൂട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. റീ റിലീസ് എന്ന് പറയുന്നത് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു ബഹുമാനം, ഒരു അംഗീകാരം. എം ടി വാസുദേവൻ നായർ സാറാണ് പറഞ്ഞത് ഈ കഥാപാത്രം മമ്മൂക്കയിലൂടെ തന്നെ പുറത്തേക്ക് വരണം. ചന്തു ചതിയനാണ്, ആരോമൽ ചേവരെ കുത്തിക്കൊന്ന ആളാണ്, കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തിയ ആളാണ്. സൗഭദ്രം എന്ന് തോന്നി, പുരഞ്ജയം എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. പുരഞ്ജയം എന്ന് തോന്നിക്കുന്ന ഇവിടെ കടത്തനാടനടവോ അല്ലെ, ചാടി വാള് പിടിക്കുന്നവരും എല്ലാ പ്രാവശ്യവും ചാടുമ്പോ ഈ വാള് പിടികിട്ടൂല. ഒരു പ്രാവശ്യം ആ വാളെന്റെ തൊടയിൽ ഇങ്ങനെ കുത്തിക്കയും. വല്ല അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയ കാലത്തൊന്നും നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒരു ടെലിവിഷൻ ഇന്റർവ്യൂ ഇല്ല. വടക്കം വീരഗാഥയുടെ വലിയൊരു ഇന്റർവ്യൂ ഇതാ. പാലങ്കി നായര്, സുകുമാരി ചേച്ചി, ഒടുവിലുണ്ണി കൃഷ്ണൻ, ചിത്ര, ക്യാപ്റ്റൻ രാജു, ഇത്തിരി പേരുണ്ട്, എം ടി ഉൾപ്പെടെ, MT ഉൾപ്പെടെ. അതിന്റെ നിർമ്മാതാവില്ല. ഇങ്ങനെ ഇന്ന് നമ്മൾ രാമേന്ദ്രബാബു, ക്യാമറ ആലോചിക്കാൻ വയ്യ. നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, തെറ്റുമാണ്.